ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th Prelims 2022 50 ഡേയ്സ് സ്റ്റഡി പ്ലാന്റെ ഡേ 25 ആയ ഇന്ന് ഒരു മുൻവർഷ ചോദ്യപേപ്പറും കൂടെ പഠിക്കാം. അപ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ചോദ്യപേപ്പറാണ്. എന്തായാലും 10th ലെവൽ പ്രിലിംസിന് PSC ആവർത്തന ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് മുൻവർഷ ചോദ്യപേപ്പറുകൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, കേരളത്തിൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരളത്തിൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. കൊല്ലം. ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി 1947 തൃശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷനിൽ അധ്യക്ഷം വഹിച്ചത് ആരാണ്? കെ കേളപ്പനാണ്. കെ കേളപ്പൻ. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം? വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 കുമാരനാശാനെ വിപ്ലവത്തിന്റെ കവി എന്ന് വിശേഷിപ്പിച്ചത് ആര്? കുമാരനാശാനെ വിപ്ലവത്തിന്റെ കവി എന്ന് വിശേഷിപ്പിച്ചത് തായാട്ട് ശങ്കരൻ. 1928 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ 4ാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? പയ്യന്നൂരാണ്. പയ്യന്നൂർ. 19ാം നൂറ്റാണ്ടിലെ സാമൂഹ്യ അനാചാരങ്ങൾ പ്രമേയമാക്കി സരസ്വതി വിജയം എന്ന നോവൽ എഴുതിയത് ആര്? പോത്തേരി കുഞ്ഞമ്പു. പോത്തേരി കുഞ്ഞമ്പു. ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണ്? മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാനദി. 1947 ഇന്ത്യ പാക് വിഭജനത്തിന്റെ വിശദമായ ഭൂപടം തയ്യാറാക്കിയത് ആരായിരുന്നു? സിറിൽ റാഡ്ക്ലിഫ്. സിറിൽ റാഡ്ക്ലിഫ്. പൂർവ്വ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയിലാണ് പൂർവ്വ റെയിൽവേയുടെ ആസ്ഥാനം. ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. കേരളം. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആര്? രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ കേരള PSC നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഫ്രീ ടെസ്റ്റ് സീരീസുകളും അതുപോലെ ഫ്രീ ക്ലാസ്സസും അവൈലബിൾ ആണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിന് വേണ്ടി പുതിയ കാറ്റഗറി തന്നെ അൺഅക്കാഡമിയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രീ കണ്ടന്റ്സ് എല്ലാം ആക്സസ് ചെയ്യാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ കോഡായി ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ KSന്റെ കാര്യം പറഞ്ഞാൽ ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, ടോപ്പ് എക്സ്പീരിയൻസ് എഡ്യൂക്കേറ്റേഴ്സ് എടുക്കുന്ന സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അവൈലബിൾ ആണ്. എഡ്യൂക്കേറ്റേഴ്സുമായിട്ട് ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനും പറ്റുന്നതാണ്. അതുപോലെ അൺഅക്കാഡമിയിൽ ഫ്രീ ടെസ്റ്റ് സീരീസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അൺലോക്ക് ചെയ്യാൻ ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഏപ്രിൽ മാസം 17, 24 തീയതികളിൽ 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോകുന്നുണ്ട്. രാത്രി 8 മണിക്ക് 75 മിനിറ്റ് ടെസ്റ്റ് ആണ്. 100 ക്വസ്റ്റ്യൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ വിന്നേഴ്സിന് നല്ല അടിപൊളി പ്രൈസസ് ആണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രീ ടെസ്റ്റ് സീരീസ് അൺലോക്ക് ചെയ്യാൻ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അതുപോലെ ഡിഗ്രി ലെവൽ ആൻഡ് 10th ലെവൽ പ്രിലിമിനറി എക്സാംസിന് വേണ്ടിയിട്ട് പ്ലസ് ടെസ്റ്റ് സീരീസും പോകുന്നുണ്ട് ബേസ്ഡ് ഓൺ ലേറ്റസ്റ്റ് സിലബസ്. അപ്പോൾ ഈ പറയുന്ന ഫ്രീ ടെസ്റ്റുകളെല്ലാം, ഫ്രീ ടെസ്റ്റും ഫ്രീ ക്ലാസ്സസും എല്ലാം അൺലോക്ക് ചെയ്യാൻ ഞങ്ങളുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ. കമ്പോളത്തിലെ ദൈനംദിന കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അലാവുദ്ദീൻ ഖിൽജി നിയമിച്ച ഉദ്യോഗസ്ഥന്റെ പേരാണ് ഷാഹ്ന. ഷാഹ്ന എന്ന ഉദ്യോഗസ്ഥൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ഖുദിരം ബോസ്. ഖുദിരം ബോസ്. 1857 വിപ്ലവത്തിനു ശേഷം ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ സഫർ രണ്ടാമനെ നാട് കടത്തിയത് ഏത് രാജ്യത്തേക്കാണ്? മ്യാൻമറിലേക്കാണ്. ശക്തമായ സൈനിക രൂപീകരണത്തിന് വേണ്ടി അക്ബർ കൊണ്ടുവന്ന ഭരണ സംവിധാനം എന്തായിരുന്നു? മാൻസബ്ദാരി സമ്പ്രദായം. മാൻസബ്ദാരി സമ്പ്രദായം. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടി സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആരായിരുന്നു? VP മേനോൻ ആണ്. VP മേനോൻ.
താഴെ തന്നിരിക്കുന്നവരിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് ഫസൽ അലി. ജസ്റ്റിസ് ഫസൽ അലി. ഗാന്ധിജി ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചത് എവിടെ? ജോഹനാസ്ബർഗിലാണ്. ജോഹനാസ്ബർഗ്. ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? പൈതിമാരി വെങ്കട സുബ്ബറാവു. പൈതിമാരി വെങ്കട സുബ്ബറാവു. തമസോമ ജ്യോതിർഗമയ എന്നത് ഏത് ഉപനിഷത്തിലെ വാക്യമാണ്? ബൃഹദാരണ്യകോപനിഷത്ത്. ബൃഹദാരണ്യകോപനിഷത്ത്. ഗോൾഡ്മാൻ പുരസ്കാരം നൽകുന്നത് ഏത് മേഖലയിലാണ്? ഗോൾഡ്മാൻ പുരസ്കാരം നൽകുന്നത് പരിസ്ഥിതി മേഖലയിലാണ്. ഏത് വിദേശ രാജ്യത്തിന്റെ സഹായത്തോടെയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത്? റൂർക്കേല ഇരുമ്പുരുക്ക് ശാല നിർമ്മിച്ചത് ഏത് വിദേശ രാജ്യത്തിന്റെ സഹായത്തോടെയാണ്? ജർമ്മനി. ജർമ്മനിയുടെ സഹായത്തോടെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ദിഗ്ബോയി. ദിഗ്ബോയി ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഹൈദരാബാദ്. ഹൈദരാബാദ്. ലോക്സഭാ സ്പീക്കർ രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് ലോക്സഭാ സ്പീക്കർ രാജി സമർപ്പിക്കുന്നത്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആരാണ്? സുഗതകുമാരി. സുഗതകുമാരി. താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യാവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടന ഏതാണ്? ആംനസ്റ്റി ഇന്റർനാഷണൽ. ആംനസ്റ്റി ഇന്റർനാഷണൽ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയന് നൽകുന്ന പുരസ്കാരം ഏത്? GB പന്ത് പുരസ്കാരം. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹി. എന്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? എന്റെ ജീവിത സ്മരണകൾ മന്നത്തു പത്മനാഭന്റെ ആത്മകഥയാണ്. 2015 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രനാണ്. ആഗോള ധനകാര്യ മാധ്യമ സ്ഥാപനമായ ബ്ലൂംബർഗ് ഇന്റർനാഷണലിന്റെ ഈയിടെ നിയമിതനായ മാനേജിംഗ് ഡയറക്ടർ, അത് ആ സമയത്തെ കറണ്ട് അഫെയർ ആയിരുന്നു, പരമേശ്വരൻ രവീന്ദ്രനാഥനാണ് ഉത്തരം. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ ചകോരം നേടിയ ഒറ്റാൽ സംവിധാനം ചെയ്തത് ആര്? ഒറ്റാൽ എന്ന ചിത്രം സംവിധാനം ചെയ്തത് R ജയരാജ്. ആദ്യമായി ഡൽഹിക്ക് പുറത്ത് സേനാ മേധാവികളുടെ സംയുക്ത യോഗം നടന്നത് എവിടെയാണ്? INS വിക്രമാദിത്യ. ഈയിടെ അധികാരമേറ്റ ഇന്ത്യൻ വംശജനായ പോർച്ചുഗൽ പ്രധാനമന്ത്രി ആര്? കറണ്ട് അഫെയർ ആണ് ആ സമയത്ത്. ആന്റോണിയോ കോസ്റ്റ. കേരള ആയുർവേദ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ സ്റ്റെഫി ഗ്രാഫ് ആയിരുന്നു ആ ടൈമില്. അപ്പൊ ഇതൊക്കെ കറണ്ട് അഫെയർ 2015 കറണ്ട് അഫെയറിലൊക്കെ വരുന്നതാണ്, അത് നമുക്ക് ആവശ്യമില്ല. അടുത്ത GK ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആരവല്ലിയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആസ്ഥാനം. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? റേച്ചൽ കേഴ്സൺ ആണ്. റേച്ചൽ കേഴ്സൺ. എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി? ഇക്തിയോളജി എന്നത് മത്സ്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. മത്സ്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. അടുത്ത ചോദ്യം, രാജ്യം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നല്ല, രാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവും എന്നാണ് ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞത് ആരാണ്? ജോൺ എഫ് കെന്നഡിയാണ്. ജോൺ എഫ് കെന്നഡി. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പരമോന്നത ബഹുമതി നേടിയ ഏക ഇന്ത്യക്കാരൻ ആരാണ്? മൊറാർജി ദേശായി. മൊറാർജി ദേശായി. പെരിയോർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? EV രാമസ്വാമി നായ്ക്കർ. ആർട്ടിക് മേഖലയിലെ ഇന്ത്യയുടെ ആദ്യ ഗവേഷണ കേന്ദ്രം ഏതാണ്? ഹിമാദ്രിയാണ്. ഹിമാദ്രി. സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു. ഏത് ബ്രിട്ടീഷ് ഗവർണർ ജനറലിന്റെ കാലത്തായിരുന്നു ഇന്ത്യൻ റെയിൽവേ സംവിധാനം ആരംഭിച്ചത്? ആരുടെ കാലത്തായിരുന്നു? ഡൽഹൌസി പ്രഭുവിന്റെ കാലത്തായിരുന്നു. താഴെ തന്നിരിക്കുന്നവരിൽ നൊബേൽ സമ്മാനം ലഭിക്കുന്നതിനു മുന്നേ ഭാരതരത്ന നേടിയ വ്യക്തി ആര്? നെൽസൺ മണ്ടേല. അവസാനത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഹംപി. ഈ 50 ചോദ്യങ്ങളാണ് GK പാർട്ടിൽ ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഈ പരീക്ഷ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2
എന്ന തസ്തികയിലേക്ക് നടന്ന പരീക്ഷയാണ്. അപ്പോൾ ഒരുപാട് നല്ല ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ PSC ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യാറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ അതിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്